ഒരു വൈകാരിക നിമിഷത്തിൽ തോന്നിയ എടുത്തുചാട്ടം ആ പെൺകുട്ടിയുടെ ജീവിതമാണ് തകർത്തത്. ഒരു കൗമാരക്കാരി തനിച്ച് ബീച്ചിലിരിക്കുന്നത് കണ്ട് പരിചയപ്പെടാനെത്തിയ രണ്ട് യുവാക്കൾ അവൾക്ക് ഭക്ഷണം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് ലഹരി നൽകി കൂട്ടബലാത്സംഗം. കേസിൽ 4 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു. മാതാപിതാക്കളുമായി വഴക്കിടുന്ന ഒരാവേശത്തിന് എടുത്തു ചാടുന്ന കുട്ടികൾക്ക് ഈ പെൺകുട്ടിയുടെ കഥ ഒരു പാഠമാകണം. പെൺകുട്ടിയെ ലഹരി മരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ പുതുപ്പാടി സ്വദേശികളായ മുഹമ്മദ് സാലിഹ്, ഷബീർ അലി എന്നിവരും ഫ്ളാറ്റിൽ എത്തിച്ചു നൽകിയ കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് റയീസ്, മുഹമ്മദ് ഷമീം എന്നിവരുമാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 20-ന് മാതാപിതാക്കളുമായി പിണങ്ങി വീട് വിട്ടിറങ്ങിയതാണ് പെരിന്തൽമണ്ണ സ്വദേശിനിയായ 16-കാരി. ബസ് കയറി നേരെ എത്തിയത് കോഴിക്കോട് നഗരത്തിലായിരുന്നു. ബീച്ചിൽ വെച്ച് പിറ്റേന്ന് പുലർച്ചെ പ്രതികളായ മുഹമ്മദ് ഷമീമിനെയും മുഹമ്മദ് റയീസിനെയും പരിചയപ്പെട്ടു. ഭക്ഷണം വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് ഇവർ സുഹൃത്തുക്കളായ മുഖ്യപ്രതികളുടെ പന്തിരാങ്കാവിലെ ഫ്ളാറ്റിലേക്ക് പെൺകുട്ടിയെ എത്തിച്ചത്. അവിടെ വെച്ച് മുഖ്യപ്രതികളായ പുതുപ്പാടി സ്വദേശി മുഹമ്മദ് സാലിഖും ഷമീർ അലിയും ചേർന്ന് പെൺകുട്ടിയെ ലഹരി മരുന്ന് നൽകി പീഡിപ്പിക്കുകയായിരുന്നു. 22-ന് അർദ്ധരാത്രിയോടെ പെൺകുട്ടിയെ ബീച്ചിൽ കൊണ്ടുവിട്ട ശേഷം മുഹമ്മദ് ഷമീമും മുഹമ്മദ് റയീസും മുങ്ങി. വനിതാ പോലീസ് സംഘം പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. പീഡന വിവരം പെൺകുട്ടി വെളിപ്പെടുത്തിയതോടെ പ്രതികൾക്കായി അന്വേഷണം തുടങ്ങി. പിന്നീട് പെൺകുട്ടി നൽകിയ വിവരമനുസരിച്ച് ഫ്ളാറ്റ് തിരിച്ചറിഞ്ഞ പോലീസ് പ്രധാന പ്രതികളായ മുഹമ്മദ് സാലിഹിനെയും ഷമീർ അലിയെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് ഷമീമും മുഹമ്മദ് റയീസും അറസ്റ്റിലായത്. ജോലി തേടി കോഴിക്കോടെത്തിയ ഇരുവരും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് പെൺകുട്ടിയെ മുഖ്യപ്രതികൾക്ക് എത്തിച്ചു കൊടുത്തതെന്ന് പോലീസിന് മൊഴി നൽകി. പന്തിരിക്കര സ്വദേശിയായ ഇർഷാദിനെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് സാലിഹ്. സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പെൺകുട്ടിയെ പോലീസ് ബന്ധുക്കൾക്ക് കൈമാറി. ന്യൂസ് 18 കോഴിക്കോട്.